ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പുറക്കുന്ന സമയത്തും നല്ല ചൂടുള്ള സമയങ്ങളിലൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഷിഗാസ് കഫേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കുംബറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുക്കുംബർ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട, തൊലിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് ജ്യൂസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേരുവകൾ കൂട്ടിയെടുത്താൽ മതി. പിന്നെ ഈ ഒരു ജ്യൂസിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ എടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ജ്യൂസിലേക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാരങ്ങാനീര് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ജ്യൂസിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി 2 ചെറിയ പീസ് ഇഞ്ചിൻ്റെ കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഏലക്കായാണ്. ഒരു 3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ജ്യൂസിലേക്ക് വേണ്ടത് പുതിനയിലയാണ്. ഒരു 1/2 കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിനയില ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ്. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലും നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ആ ഒരു തേങ്ങൻ്റെ പാലൊക്കെ ഈ ഒരു ജ്യൂസിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി വരുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അതിന് പകരം നിങ്ങൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റും കൂടെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്നും കൂടെ ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. സബ്ജ സീഡ്സ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ലെമൺ ജ്യൂസ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല തേങ്ങാപ്പാലിൻ്റെയും പുതിനയിലിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ് കുടിക്കാൻ. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളിതിൽ തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിഗാസ് കഫേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്